ബാക്ക് ടു എജുപോർട്ടേ സവിന്യ മിസ് ആണ്. അപ്പോൾ നമ്മൾ 7th പോവാണ്. മിസ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാട്ടോ. മിസ് ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിത് അറിയില്ല, അത് വളരെ ബുദ്ധിമുട്ടിക്കും നിങ്ങളെ. അപ്പോൾ നിങ്ങൾ 6th നിന്ന് 7th വരികയാണ് അല്ലേ, 6th നിന്ന് എന്ത് ചെയ്യാണ് 7th വരികയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം 6th നിന്ന് ഒരു ക്ലാസ് മേലോട്ട് കയറുന്ന പോലെ തന്നെയാണ് നിങ്ങളെ ചാപ്റ്ററിൻ്റെ എന്താണ് ആ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജും കൂടും, അതുപോലെ ഒത്തിരി പഠിക്കാനും ഉണ്ടാവും എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി കൃത്യമായിട്ട് അറിയാം. 7th ഒരു സ്കോളർഷിപ്പ് എക്സാം ഉണ്ട്. അതെന്താണ്? USS അല്ലെങ്കിൽ ഇപ്പം നമ്മൾ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം എന്നറിയപ്പെടുന്ന എക്സാമാണ് അല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടി നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. ഇപ്പോൾ 6th നിങ്ങൾക്ക് ഞാൻ മാത്രമായിരുന്നു ബേസിക് സയൻസ് എടുത്തുകൊണ്ടിരുന്നത് അല്ലേ. ഇപ്പോൾ 7th നിങ്ങൾ തൊട്ട് മേലത്തെ ക്ലാസ്സിലെത്തി, കുറച്ച് വലിയ ക്ലാസ് ആയി. അപ്പോൾ ഇവിടെ നമുക്ക് 3 ആൾക്കാരാണ് ബേസിക് സയൻസ് എടുക്കുക അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്ന് റിജു സാറ്, ദെൻ അസ്ലം സാറ്, പിന്നെ മിസ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മിസ് പറഞ്ഞുതരാൻ വന്നത് ഇതൊന്നുമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അതായത് ഓണം എക്സാം ഏകദേശം ഒരു ഓഗസ്റ്റ് 21 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഓഗസ്റ്റ് 21 അല്ലെങ്കിൽ അതിൻ്റെ ബാക്കോട്ടോ കുറച്ച് മുന്നോട്ടോ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അതായത് നിങ്ങൾക്ക് ബേസിക് സയൻസിൽ ക്ലാസ് 7 ബേസിക് സയൻസിൽ പഠിക്കാനുള്ള 3 ചാപ്റ്റേഴ്സ് ആണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ 3 ചാപ്റ്റേഴ്സിലും ഒത്തിരി പഠിക്കാനുണ്ട്. ഒത്തിരി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പഠിക്കാനുണ്ട്. ഈ 3 ചാപ്റ്റേഴ്സും മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓണം എക്സാമിൽ വലിയ മാർക്ക് അല്ലെങ്കിൽ വലിയ നല്ലൊരു ഗ്രേഡ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അതവിടെ വെക്ക്. വേറൊരു കാര്യം മിസ് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഈ ഒരു ചാപ്റ്റേഴ്സ് മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്രേഡ് വാങ്ങാതെ പോലെ തന്നെയാണ് നമുക്ക് CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം എഴുതാനുള്ള ചാൻസ് പോലും അവിടെ കിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളെ എല്ലാ സബ്ജക്റ്റിലും A ഗ്രേഡ് വാങ്ങിയ കുട്ടികളെ മാത്രമേ സ്കൂളിൽ നിന്ന് പോലും CM കിഡ്സ് സ്കോളർഷിപ്പിലേക്ക് എന്ത് ചെയ്യുള്ളൂ സെലക്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഓണം എക്സാം എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പാണ് ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഫെബ്രുവരി ലാസ്റ്റോട്ടാണ് നിങ്ങൾക്ക് CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാംസ് ഒക്കെ വരിക എന്നുള്ള കാര്യം. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്റേഴ്സിലേക്ക് വരാം. ഈ 3 ചാപ്റ്റേഴ്സാണ് നിങ്ങൾ ഓണം എക്സാമിന് അടിപൊളിയായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, മിസ് ജസ്റ്റ് ചാപ്റ്റേഴ്സ് ഒന്ന് വായിച്ചു തരാം. ടുവാർഡ്സ് എ 100-fold yield, അതായത് വിളയിക്കാം 100 മേനി എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്റർ. ദെൻ സെക്കൻഡ് ആസിഡ്സ് ആൻഡ് ബേസസ് അല്ലേ, അതായത് ആസിഡ് ആൻഡ് ബേസസ്. ഓക്കെ, ദെൻ തേർഡ് ചാപ്റ്റർ ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി, അതായത് വൈദ്യുതിയുടെ ലോകം. ഇത് 3 ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ വലിയ ക്ലാസ്സിൽ എത്തുവാണെങ്കിൽ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞ 3 സബ്ജക്ട്സ് ഉണ്ട്. അപ്പൊ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇതിൽ. അപ്പൊ മിസ് പറഞ്ഞുതരാം. ടുവാർഡ്സ് 100-fold yield എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കുറെ പ്ലാന്റ്സിനെ പറ്റിയിട്ട്, ക്രോപ്സിനെ പറ്റിയിട്ടൊക്കെയാണ് പഠിക്കുന്നത്, സസ്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഗവേഷണശാലകൾ എവിടെയൊക്കെയാണ്. അപ്പൊ ഒത്തിരി പഠിക്കാനെന്ന് പറഞ്ഞാൽ ഒത്തിരി പഠിക്കാണ്. ഇത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടും കുറേ ചോദ്യങ്ങൾ അതിൽ ചോദിക്കാം. MCQ ടൈപ്പ് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലും വളരെ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ ആണ് ആസിഡ് ആൻഡ് ബേസസ്. ഈ ആസിഡ് ആൻഡ് ബേസ് തന്നെ ഓരോരോ ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള ആസിഡ് വരെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. 6ാം ക്ലാസ് പഠിച്ച പോലെയല്ല, ഇവിടെ വളരെ കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. ദെൻ നിങ്ങളിതാ 3ാമത്തെ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി. അവിടെ നിങ്ങൾ പുതിയൊരു ലോകത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മളിത് ഇലക്ട്രിസിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്ത് ചെയ്തിട്ടില്ല 6th പഠിച്ചിട്ടില്ല. അപ്പൊ ഇത് മൊത്തത്തിൽ എന്താണ് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പം ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ എജുപോർട്ടിന്റെ ബാച്ചിനെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഓൾറെഡി നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ച് ഇവിടെ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ മുന്നേ സ്റ്റാർട്ട് ചെയ്തു. അതെന്താണ്, നമ്മളെ ഒരു 4th ബാച്ച് വരെ തന്നെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇതിന് 5th ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ്. നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഓരോ ചാപ്റ്ററും കുഞ്ഞു വീഡിയോസ് ആയിട്ട് റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. 1ാമത്തെ കാര്യം. ദെൻ ഓരോ വീഡിയോസിൻ്റെതായും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ചെക്ക് പോയിന്റ് ക്വസ്റ്റ്യൻസ്, അഡാപ്റ്റ് ക്വസ്റ്റ്യൻസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്തുണ്ടാകും, സമ്മറി ഉണ്ടാകും, 1 ഷോട്ട് ഉണ്ടാകും, PYQs ഉണ്ടാകും, എഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാകും, ലൈവുകൾ ഉണ്ടാകും. അതായത് സൂം ലൈവുകൾ. മിസ്സും നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള സൂം ലൈവുകൾ ഉണ്ടാവും. ആ സൂം ലൈവ് കഴിഞ്ഞ് അന്ന് നൈറ്റ് തന്നെ എന്തുണ്ടാവും, നിങ്ങൾക്ക് 2 ടൈപ്പ് എക്സാം ഉണ്ടാവും. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്, അതായത് വിവരിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ എഴുതേണ്ട എക്സാം ആയിരിക്കും. 2ാമത്തത് MCQ ആണ്. അത് ഒരു ക്വസ്റ്റിനും 4 ഓപ്ഷനും വരുന്ന എക്സാം ആയിരിക്കും ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അതൊക്കെ
കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ രണ്ടാമത്തെ ഒരു ചാപ്റ്ററിലേക്ക് കിടക്കുന്നത്. ഇനി വേറൊരു 3 ഫീച്ചേഴ്സും കൂടി മിസ് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിക്കണമെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, വാട്സപ്പ് ത്രൂ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. ദെൻ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ പഠന കാര്യങ്ങളോ അല്ലെങ്കിൽ എക്സാമിൽ മാർക്ക് വാങ്ങുന്നത് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ സ്കൂളിൽ ഓരോരോ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ? അതായത് ഇപ്പോൾ വരാൻ പോകുന്ന ജൂൺ 5th അല്ലെ, എൻവയോൺമെന്റൽ ഡേ. അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സ്പീച്ച് ഉണ്ടാകും, റൈറ്റപ്പ് ഉണ്ടാകും, പോസ്റ്റേഴ്സ് ഉണ്ടാകും അല്ലെ, ഡ്രോയിങ് എന്തെങ്കിലും കോമ്പറ്റീഷൻസ് ഉണ്ടാകും, ക്വിസ് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആപ്പിൽ ഇനി മുതൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് വീഡിയോ ആയിട്ട് ഉണ്ടാകും. ഇനി അതിൻ്റെ താഴെ എന്തുണ്ടാകും? യെസ്, MCQ ക്വസ്റ്റ്യൻസ്, അതായത് ക്വിസ് പഠിക്കാൻ വേണ്ടി വേറെ ഒരു യൂട്യൂബ് ചാനലിനോ അല്ലെങ്കിൽ ഒന്നും തന്നെ റെഫർ ചെയ്ത് പോകണ്ട, റാങ്ക് ഫയൽ ഒന്നും തേടി പോകണ്ട. ഇത് നമ്മളെ എജുപോണ്ട് ആ ആപ്പിൽ തന്നെ നമുക്ക് ക്വിസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾ 7ാം ക്ലാസ്സിൽ എന്തൊക്കെ പഠിക്കണോ അതൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വേറൊരു സാധനം ഉണ്ട്, അതായത് നമ്മളെ മെൻറ്റേഴ്സ്. അതായത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മെൻറ്റേഴ്സ് ഉണ്ടാകും. മുന്നേ നമ്മളെ ബാച്ചിലർ സ്റ്റുഡൻസ് ആണെങ്കിൽ അറിയാം, ഓരോരുത്തർക്കും ഓരോ മെൻറ്റേഴ്സ്. നിങ്ങൾ പഠിക്കുന്നുണ്ടോ, നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ മെൻറ്റേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ അമ്മേനെ പോലെ, നിങ്ങൾ ഉമ്മേനെ പോലെ, നിങ്ങളെ മിസ്സിനെ പോലെ നിങ്ങളെ മെൻറ്റേഴ്സ് നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതായത് അടിപൊളിയായിട്ട് ഈ ബാച്ച് റൺ ചെയ്യിക്കാൻ പറ്റിയ എല്ലാ ഫീച്ചേഴ്സും നമ്മളെ ആപ്പിലുണ്ട്. ഗെയിം കളിച്ചുകൊണ്ട് പഠിക്കാൻ നിങ്ങൾക്ക് കോയിൻസ് ഒക്കെ ആയിട്ട് കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് നോക്കിക്കോ, അതായത് ജൂൺ 5th നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. നമ്മളെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, 2599 രൂപ, 2599 ആണ് നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള പ്രൈസ് കേട്ടോ. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അവർ ജോയിൻ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഈ നമ്പറിൽ. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? യെസ്, നമ്മൾ കമൻറ്റ് ബോക്സിൽ നമ്മൾ സൂപ്പർ ബാച്ചിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എജുപോണ്ട് ആപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പം മറക്കരുത്, ജൂൺ 5th നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ ഓണം എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. USSCM സ്കിഡ് സ്കോളർഷിപ്പ് എക്സാമിൻ്റെ വിന്നർ നിങ്ങൾ ഓരോരുത്തരും വായിക്കണം. ഓക്കെ, ഇപ്പോഴേ പഠിച്ചു കൊടുക്കണം. 5th ഉം 6th ഉം പോലെയല്ല, ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാണ്ട് അച്ചീവ് ചെയ്യാണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ മിസ് നിർത്തുകയാണ്. അപ്പോൾ മറക്കേണ്ട, ബേസിക് സയൻസിൻ്റെ ഒരു ഐഡിയ മിസ് തന്നെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും വീഡിയോസൊക്കെ കാണാം. മാത്സിൻ്റെ, സോഷ്യൽ സയൻസിൻ്റെ, അങ്ങനെ കുറേ വെയിറ്റേജും എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? യെസ്, ഈ ഒരു ചാനലിലൂടെ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. അപ്പം ബൈ.